ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ തുണിയിലോ ഡ്രസ്സിലോ ഒന്നും ആവത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് തേച്ചുകൊണ്ട് ഇത് പുറത്തോട്ട് പോകാവുന്നതാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിലൊന്നും പറ്റുമെന്ന് കരുതി നിങ്ങളിത് ചെയ്യാതിരിക്കേണ്ട. ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. ഇത് കണ്ടോ, എൻ്റെ കയ്യിലൊന്നും ഒരു തുള്ളി പോലും ആകുന്നില്ല. നല്ലതായിട്ട് ഒരു അരമണിക്കൂർ കഴിയണം ഉണങ്ങി പിടിക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ ചിലവരുടെ മുടിയിൽ പിടിക്കും. പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ കയ്യിലൊരു തുള്ളി ആകത്തില്ല. ഇതുപോലെ തലത്തുണിയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക്, തലത്തട്ടമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഇട്ടുകൊണ്ട് പോകാം. ഞാനിപ്പം വെറും ഒരു കോട്ടൺ തുണിയാണ് തലയിൽ ഇട്ടേക്കുന്നത്. അതിലൊന്നും ആയിട്ടില്ല. അത് ഞാൻ ശരിക്കും കെട്ടി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതിൽ വന്നിട്ടും ആയിട്ടില്ല. ഒരു ശക്കലം പോലും ആകത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വെളുത്ത മുടി കറുപ്പിച്ചുകൊണ്ട് പോകാം. അതെല്ലാവരും ഒന്ന് ഓർക്കും. ഒരു ശക്കലം പോലും നമ്മുടെ ഇതിലാവത്തില്ല. അലവിച്ചക്കരകളെ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ ഡൈ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്, ഇത് എത്ര ദിവസം നിൽക്കും, ഇത് തലേന്ന് പോകുമോ? ഞാൻ ചെയ്യുന്ന ഹെയർ ഡൈ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ചെയ്യുന്ന ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള ഹെയർ ഡൈ ആണ്, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ അല്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഉള്ള കാര്യം തന്നെ പറയാം. കാരണം ഈ ഒരു ഹെയർ ഡൈ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വെളുത്ത മുടിയിൽ പിടിച്ചാൽ കറുത്തിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഡൈ അലർജി. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാത്ത ആൾക്കാർ, ഡൈ അലർജി മൂലം ഒരു ഡൈ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർ, അതുപോലെ തന്നെ ഹെന്ന പിടിക്കില്ല, നീലേമരി പിടിക്കില്ല, ഇങ്ങനത്തെ ഒരു കാര്യവും നമ്മുടെ തലയിൽ പിടിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇങ്ങനത്തുള്ള ഹെയർ ഡൈകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്താണ് വിചാരിക്കേണ്ടത്? അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മുടെ മുടി ഒന്ന് കറുപ്പിച്ചാൽ മതി, നമ്മുടെ മുടി വെളുത്ത മുടി ഒന്ന് മറച്ചാൽ മതിയെന്ന് ഒരുപാട് പേരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ഡൈ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. അല്ലാതെ ഇത് എത്ര ദിവസം നിൽക്കും? ഇത് ഒരു ദിവസം നിന്നാൽ തന്നെ അത്രയും നല്ലതല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ ഓരോ ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടി വെളുത്തിരിക്കുമ്പോൾ നമുക്കിപ്പോൾ 10, 50, 60 വയസ്സായാലും എല്ലാവരും ചിന്ത തന്നെയാണ് നമ്മളിപ്പോൾ അങ്ങ് ഭയങ്കര ചെറുപ്പക്കാരിയാണെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? അപ്പോൾ അവരെന്നാ ചോദിക്കുന്നത്, ഓ മുടിയെല്ലാം നരച്ചു പോയല്ലോ, എന്നാ പറ്റി? എന്നാൽ വിചാരിക്കത്തില്ല. എന്താണ്, നമുക്കൊരു 50, 55 വയസ്സായി കേട്ടോ, ഈ മുടിയൊക്കെ നരയ്ക്കേണ്ട സമയമായി എങ്കിൽ പോലും അവർ സമ്മതിച്ചു കൊടുക്കത്തില്ല. നമുക്ക് അവരുടെ ആരെങ്കിലും മുമ്പിൽ വെച്ച് നമ്മളെ ഒന്ന് ഷെയിമാക്കും. ഇതുകൊണ്ട് നമ്മുടെ മുടി വെളുത്തുപോയി, പിന്നെ മുഖം കറുത്തുപോയി, കണ്ണിനുടി കുഴിഞ്ഞു പോയി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരും. നമ്മുടെ പ്രായത്തെ അവരൊന്നും ചിന്തിക്കത്തില്ല അല്ലേ? ഒരു ഏജ് കഴിയുമ്പോൾ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ അതൊക്കെയൊക്കെ സ്കിന്നിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ആരും വക വെച്ച് തരത്തില്ല. എല്ലാവരും ആ സമയത്ത് നമ്മളെ ഒന്ന് അവിടെ താത്തി അടിക്കാനായിട്ട് നോക്കും. അങ്ങനെയല്ല മിക്ക സ്വന്തക്കാരും അല്ലേ? സ്വന്തക്കാരാണെങ്കിലും ആരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ തന്നെ ഇതുപോലെ കുറേ പേരുണ്ട് അങ്ങനത്തെ ആൾ. ചില ആൾക്കാർ അങ്ങനത്തെ പ്രശ്നമില്ല, കുറച്ച് പേര് അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നും പറ്റുന്നില്ല. നമുക്ക് ഡൈ അലർജിയാണ്, ആകെ വന്ന തലയിലെല്ലാം ചൊറിച്ചിലാണ്, അതുപോലെ തന്നെ പിന്നെ സ്കിന്നിൽ ചൊറിച്ചിലാണ്, ഒരു ഡൈയും പ്രയോഗിക്കത്തില്ല, വീട്ടിലുള്ള ഒരു സാധനവും പറ്റത്തില്ല, എന്തെങ്കിലും കൊണ്ടൊന്ന് വെളുത്ത മുടി ഒന്ന് മറച്ചാൽ മാത്രം മതി എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഹെയർ ഡൈ. അപ്പോൾ നമ്മളിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ചിരട്ട കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിരട്ടയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. ചിരട്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഈ ചിരട്ട നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിന് കുറവ് വരുമെന്നാണ് പറയുന്നത്. പക്ഷെ കുറഞ്ഞവരുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കൊള്ളാം. പിന്നെ നമ്മുടെ ചിരട്ട പണ്ട് കാലം മുതൽക്ക് പണ്ട് കാലത്ത് ഈ കെമിക്കൽ ഹെയർ ഡൈകളൊന്നും ഇല്ലല്ലോ. വീട്ടിലുള്ള നാച്ചുറൽ സാധനം വെച്ചാണ് ആൾക്കാർ വെളുത്ത മുടിയൊക്കെ മീശയും വെളുത്ത മുടികളും ഒക്കെ കറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പണ്ട് കാലത്ത് വീട്ടിലൊക്കെ കൺമഷി ഉണ്ടാക്കുമായിരുന്നല്ലോ. അപ്പം ഈ വെള്ളത്തുണി ഇങ്ങനെ തിരി പോലെ വെച്ചിട്ട് അതിൽ നിന്നും അതിൻ്റെ പുക എടുത്തിട്ട് അതിൽ നിന്നും കൺമഷി എടുത്തിട്ട് അന്നൊന്നും നമ്മൾക്ക് യാതൊരു അതിനകത്ത് ഇപ്പോൾ പല കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് കൺമഷിയായിട്ട് വരുന്നത്. പക്ഷേ അന്നൊക്കെ ഈ ഒരു പുക നമ്മൾ സ്റ്റീൽ പാത്രത്തിനടിയിൽ ഇങ്ങനെ ഈ ഒരു തിരി വെച്ചിട്ട് അതിൻ്റെ പുക അടുപ്പിച്ച് ആ ഒരു പുക ആകുമ്പോഴത്തേന് ആ ഒരു കരി എടുത്തതിന് ശേഷം അത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് കണ്ണെഴുതുമായിരുന്നു. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ എഴുതി കൊടുക്കുമായിരുന്നു പണ്ടത്തെ കാലത്തുള്ളത് കേട്ടോ. എൻ്റെയൊക്കെ സമയത്ത് അതൊന്നുമില്ല, കൺമഷിയായി. അതിന് മുമ്പുള്ള ആൾക്കാർ ചെയ്തിരുന്നതാണ് പറയുന്നത് കേട്ടോ. അന്ന് അത് അവർക്കൊരു നാണക്കേടേ അല്ലായിരുന്നു. ഈ പഴയ കാലത്തെ ചരിത്രം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇപ്പോഴും എല്ലാ ആൾക്കാർക്ക് ഈ വെളുത്തമുടി എങ്ങനെയില്ലെന്ന് കറുപ്പിക്കണമെന്നുള്ള, അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ഹെയർ ഡൈ. അപ്പോൾ ഈ ചിരട്ടയും പണ്ട് ആൾക്കാർ ഇതുപോലെ ചിരട്ടക്കരി കത്തിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്നു ഈ ഹെയർ ഡൈ ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലുള്ളൊരു പരീക്ഷണമാണ് നടത്തുന്നത്. അപ്പോൾ ചിരട്ട വെച്ചൊരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ വെളുത്ത മുടിയിൽ പിടിക്കും.
അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുക. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. എനിക്ക് ഇത്രയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക, ഇല്ലാത്തവർ വിട്ട് കളയുക. ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഹെയർ ഡേ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ, അതായത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ്, ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഓടി വന്നാൽ നമുക്ക് ആ ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. വാ. എത്ര വെളുത്ത മുടിയും നല്ല രീതിയിൽ ഇതുപോലെ കറുപ്പാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ വെറുതെ കെമിക്കൽ മേടിച്ച് കാശ് കളയാതെ ഇങ്ങനത്തുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ ഡൈ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ചിരട്ടയാണ്. ചിരട്ട നല്ലൊരു ഹെയർ ഡൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഒരു ചിരട്ടയൊക്കെ കത്തിച്ചാൽ ഒന്നും കാണത്തില്ല. ഒരു 2 or 3 ഒക്കെ ചിരട്ട, 3 or 4 ചിരട്ട കത്തിച്ചാൽ മാത്രമേ കുറച്ചേറെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനായിട്ട് 2 ചിരട്ടയാണ് കത്തിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ ഇതുപോലെ കത്തിച്ചെടുക്കുക. കത്തിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ചിരട്ട നല്ലപോലെ അത് കഴുകിയെടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുക്കാവുള്ളേ. പെട്ടെന്നല്ലാതെ ആ ചിരട്ട ഒന്ന് നമ്മൾ തേങ്ങയൊക്കെ തിരുമിയതിന് ശേഷം വേഗം എടുത്ത് ഉപയോഗിക്കരുത്. കഴുകി ഒന്ന് ഉണക്കിയതിന് ശേഷം വേണം എടുക്കാൻ. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഒരു ചട്ടിക്കകത്തോട്ട് വെച്ച് കൊടുക്കുക കത്തിപ്പിടിച്ചതിന് ശേഷം. അപ്പോൾ ചട്ടിയിലാകുമ്പോൾ ഒരിടത്തോട്ട് സ്പ്രെഡ് ആകാതെ അവിടെ നിന്ന് കനലായിക്കോളും. അപ്പം 2 ചിരട്ടയാണ് ഇതുപോലെ ഞാൻ കത്തിച്ച് വെച്ച് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് നിരയൊക്കെ കുറച്ച് കൂടുതലുള്ളവർ ഒരു 3-4 ചിരട്ടയൊക്കെ എടുത്താൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടി കിട്ടും കേട്ടോ. അപ്പം ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് ഞാനിത് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തന്നെ അണയണം കേട്ടോ, തന്നെ അണയണം. നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും അണച്ചെടുക്കരുത്. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, ഒരു 2 ടീസ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടും പറയുന്നു, നല്ല രീതിയിൽ മുടി കറക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ തന്നെ നമ്മൾ കരിഞ്ജീരകം എണ്ണ കാച്ചാനായിട്ടൊക്കെ നമ്മൾ കരിഞ്ജീരകം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ലത്, ഹെൽത്തിനും നമ്മുടെ തലമുടിക്കും ഒക്കെ നല്ലതാണ് കരിഞ്ജീരകം. അപ്പോൾ ഈ കരിഞ്ജീരകം കറുപ്പിച്ചെടുക്കുന്ന അടിപൊളി ഒരു ഡൈ ആണ് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം നന്നായിട്ട് ഒന്ന് കറുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് നെല്ലിക്കയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെല്ലിക്കാപ്പൊടിയും വെറുതെ വെള്ളത്തിൽ ചാലിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ നല്ലൊരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ് നെല്ലിക്കയുടെ പൊടി. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഒന്ന് കറുപ്പിച്ചെടുക്കുക. നെല്ലിക്ക അറിയാമല്ലോ, മുടി കറക്കാനായിട്ട് വേറൊരു സാധനം ഇട, നെല്ലിക്ക മാത്രം മതി. അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് നെല്ലിക്ക. അപ്പോൾ ഇതൊരു ടെമ്പററി ഡൈ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പുറത്ത് പോകാനായിട്ട് ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഷാമ്പൂ ചെയ്ത് നമ്മുടെ തലയിൽ നന്നായിട്ട് പിടിച്ചിരിക്കാനുള്ള ഡൈ ആണ്. അതെല്ലാവരും ഒന്ന് ഓർത്തിട്ട്, നിങ്ങൾക്ക് ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാർ, ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ആൾക്കാരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഈ ചിരട്ടക്കരിയും ഇതെല്ലാം കൂടെ കൂട്ടി, നെല്ലിക്കാപ്പൊടിയും നമ്മുടെ കരിഞ്ജീരകം എല്ലാം കൂടെ നല്ലപോലെ വറുത്ത് എടുത്തതും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചിട്ട് നല്ലതായിട്ടൊന്നുകൂടെ അരിച്ചെടുത്താൽ നല്ലതായിരിക്കും. ഇത് വെറുതെ നമ്മുടെ കയ്യിലോട്ട് തിരിഞ്ഞ് തേക്കുമ്പോൾ നല്ലൊരു കറുപ്പ് കിട്ടും കേട്ടോ. അപ്പം ഇത് നല്ലതായിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ടൊന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ ഈ അരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് തരിതരിപ്പായിട്ട് മാറും. അപ്പോൾ നല്ലതായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ യഥാർത്ഥ സാധനം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു സാധനം തന്നെയാണ് നമ്മുടെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ എടുക്കാം കേട്ടോ. നിങ്ങൾ ഏതെണ്ണയാണ് നിങ്ങൾക്ക് തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നത്, ഒരു കാച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും അതിലും തേച്ച് നിങ്ങൾക്ക് പിടിപ്പിക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇത് മില്ലിലാട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. ഇത് നമുക്ക് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൗഡറായിട്ട് പൊടിച്ച് വെച്ചിട്ട് അതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. പൊടിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, കുറേ ഇരുന്നോളും. പുറത്തിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തണുപ്പോ കാര്യങ്ങളോ അതിൽ അറിയാതൊക്കെ വെള്ളം വീണ് പോകണം, പൊടി ചീത്തയായിപ്പോവും. അതുകൊണ്ട് ഫ്രിഡ്ജിലിരിക്കുന്നതാണ് നല്ലത്. ഫ്രണ്ട് നരയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും പറ്റിയൊരു ഹെയർ ഡൈ ആണ്. നല്ല രീതിയിൽ മുടിയിൽ പിടിച്ചിരിക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരെ, ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ആൾക്കാർ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കുറേ റെമഡികൾ യൂസ്ഫുൾ ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വെളുത്ത മുടിയിലോട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഈ വെളുത്ത മുടിയെ തേച്ച് പിടിപ്പിക്കുമ്പം തന്നെ ആ ഓരോ വെളുത്ത മുടിയും നല്ല രീതിയിൽ കറുത്ത് വരും. നിങ്ങൾ കണ്ടോണം, ഓരോ മുടിയും നല്ല രീതിയിൽ തന്നെ നമുക്ക്, അതായത് നമുക്ക്
ഒരു ബ്രഷ് നമുക്ക് മറ്റേ സാധാരണ ഡൈ ബ്രഷൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും ഇതുപോലെ ടൂത്ത് ബ്രഷ് നമ്മൾ ഇതുപോലെ ഒരെണ്ണം പല്ല് തേക്കാൻ ഉപയോഗിക്കാത്ത വേറെ പുതിയൊരു ബ്രഷ് വാങ്ങിച്ചു വെക്കുക. പല്ല് തേച്ചത് ഉപയോഗിക്കേണ്ട, അല്ലാത്തൊരു ബ്രഷ് ഇതിനു വേണ്ടി മാറ്റി വെക്കുക. ബ്രഷ് വെച്ച് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നല്ലപോലെ പിടിക്കുന്നത്. കൈ വെച്ച് തേച്ചാലൊന്നും ഇത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഓരോ നരച്ച മുടിയിലോട്ടും അത് നല്ല രീതിയിൽ പിടിച്ചോളും കേട്ടോ. ഇത് പിടിച്ചതിന് ശേഷം നിങ്ങൾ മൊത്തം നിങ്ങൾക്ക് കുറേ മിക്കവാറും ആൾക്കാർക്ക് ഫ്രണ്ട് നിരയായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് അതുപോലെ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുക, ഫ്രണ്ടിലുള്ള മുടിയിലെല്ലാം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക കേട്ടോ. അരമണിക്കൂർ തന്നെ നിങ്ങളിരിക്കണം. പെട്ടെന്ന് നിങ്ങൾ ഇതൊന്നും കഴുകി കളയാനൊന്നും നിൽക്കരുത്. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഓൾറെഡി നമ്മുടെ തലമുടിയിൽ ഈ ഒരു എണ്ണമയമൊക്കെ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ്ങും കിട്ടും. അത്യാവശ്യം എണ്ണമയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ ഇതുപോലെ നിങ്ങൾക്ക് തേച്ചുകൊണ്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ഈ പറ്റി അവിടെ എവിടെയും നെറ്റിയിലൊക്കെ പറ്റിയതൊക്കെ ആ വെളിച്ചെണ്ണമയം കൊണ്ട് തന്നെ ഒന്ന് തൂത്ത് കളയുക, കോട്ടൺ വെച്ചിട്ട് നല്ല വൃത്തിയാക്കി എടുക്കുക. നല്ലപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് പുറത്തോട്ട് ധൈര്യമായിട്ട് പോകാം. നിങ്ങളുടെ തുണികളിലോ ഒന്നും പിടിക്കത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ തന്നെ ഇത് മൊത്തം നമ്മുടെ നെറ്റിയിൽ മാത്രമല്ല, കുറേയേറെ മുടി പുറകോട്ടൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ എല്ലാം ഞാൻ തൂത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഇത് നന്നായിട്ട് കറുപ്പായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതൊന്നും വിഷമിക്കേണ്ട, നല്ല രീതിയിൽ കറുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ കെമിക്കൽ ഡേ യൂസ് ചെയ്ത് നിങ്ങളൊന്ന് നോക്കി. ഈ കെമിക്കൽ ഡേ യൂസ് ചെയ്തിട്ട് ഒരു മുടി കറുപ്പിക്കാനായിട്ട്, 2 മുടി കറുപ്പിക്കാനായിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ഭാഗം മൊത്തം മുടിയെല്ലാം നരയ്ക്കും അല്ലേ. അതിൽ എത്രയോ എത്രയോ ഭേദമാണ് ഇങ്ങനൊരു ടെമ്പററി ഡൈ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ വെറുതെ വലിച്ചെറിയുന്ന സാധനമാണ് ചിരട്ട. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചത് ഉള്ളിത്തൊലി, അതായത് വെളുത്തുള്ളിയുടെ തൊലി. ഇങ്ങനെയൊക്കെ ഉള്ള സാധനം നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന, പക്ഷേ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇതുപോലെ ഡൈ ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ എത്ര നല്ല റിസൾട്ടാണല്ലേ. നല്ല കട്ട കറുപ്പായിട്ട് നോക്കി. ഇത് നമുക്ക് പുറത്തോട്ടൊക്കെ തലയത്തുണിയൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം നിങ്ങൾ തലയിലൊന്ന് തുണിയിട്ട് നോക്കി, ഒന്നും പറ്റത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുട്ടപ്പനായിട്ട് നിങ്ങളുടെ മുടി, വെളുത്ത മുടി, ഫ്രണ്ട് നരയൊക്കെ ഉള്ളവരെ തേച്ച് പിടിപ്പിച്ച് കറപ്പിച്ചിട്ട് പോവുക. എനിക്ക് നരച്ച മുടി ഇല്ല കേട്ടോ, സത്യം പറയുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ കാണിച്ചു തന്നതിന്. എന്തായാലും എൻ്റെ ഈ കറുത്ത മുടിയെ തേച്ചിട്ട് തന്നെ നല്ല കട്ട കറുപ്പായിട്ടായിരിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തലത്തിലിട്ടുണ്ട് പോകാം. ഇതിപ്പോൾ കോട്ടൺ ഷാളാണ് ഞാൻ ഇട്ടേക്കുന്നത്, എന്നിട്ട് പോലും അതായത് തുള്ളി പോലും പിടിക്കുന്നില്ല. നല്ല രീതിയിൽ ഇത് കണ്ടോ, ഞാൻ അന്ന് അമക്കി വെച്ച് കാണിക്കും, എന്നിട്ടും കണ്ടോ അതിലൊന്നും പിടിക്കുന്നില്ല. അത് ഉണങ്ങിക്കഴിഞ്ഞു, ഇനി പിടിക്കത്തില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്തത്, നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളൊന്ന് പ്ലെയിൻ വാഷ് ചെയ്തിട്ട് കോമ്പ് ചെയ്തിട്ട് വേണേൽ പോകാം. ഇങ്ങനെയും പോകാം, ആരും അറിയത്തില്ല. നിങ്ങൾക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും പോയിട്ട് ധൈര്യമായിട്ട് വരാം. ബാക്കിയുള്ള ഭാഗത്ത് നമ്മുടെ പറ്റിയതൊക്കെ നല്ലതായിട്ട് വൃത്തിയായിട്ട് തുടച്ച് മാറ്റിയാൽ മതി. എണ്ണമയൊക്കെ ചേർത്ത് തുടച്ച് മാറ്റി മുഖമൊക്കെ ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ ഈ സാധനം അവിടെ പിടിച്ചിരുന്നോളും കേട്ടോ. അപ്പം നല്ല റിസൾട്ടാണ്. എൻ്റെ മുടി നോക്കി, കരിക്കട്ട കറുപ്പില്ല. എൻ്റെ കറുത്ത മുടിയാണെങ്കിൽ പോലും ഒന്നും കൂടെ കറുത്ത എൻ്റെ മുടി. ഇത് കണ്ടോ, തലത്തിന് ഇട്ടിട്ടൊന്നും പിടിക്കുന്നില്ല, ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഒട്ടും ഇത് പിടിക്കത്തില്ല. അപ്പം നല്ലൊരു ഹെയർ ഡൈ ആണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചിരട്ട കൊണ്ടുള്ള ഹെയർ ഡൈ കണ്ടല്ലോ. അതിനകത്ത് നമ്മൾ വേറെ 2 സാധനങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്ന സാധനം തന്നെയാണ്. അതെല്ലാവരും ഓർക്കുക. ഇതുകൊണ്ട് യാതൊരു ദൂഷ്യഫലവുമില്ല, യാതൊരു സൈഡ് എഫക്റ്റും ഒന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് ഇപ്പം മുടി ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഇടയ്ക്ക് ഒരു പായ്ക്ക് രീതിയിൽ നമ്മുടെ മുടിയിലൊക്കെ പുറമെ തേച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകി കളയുകയാണെങ്കിൽ, നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്രമേണ നമ്മുടെ മുടിക്ക് കറുപ്പ് വരും. അതെല്ലാവരും ഓർക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. ആവശ്യമുള്ള സമയത്ത് കുപ്പികളിൽ ഇത് പൊടിച്ച് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാം. പിന്നെന്താണ് പറയുക, ഇതുപോലുള്ള ഡൈകൾ നമ്മൾ ഈ വറുത്ത് പൊടിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവത്തില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട് നരയൊക്കെ ഉള്ളവർക്കൊന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.